ഇന്ന് നമ്മൾ പഠിക്കുന്ന +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗ്രാഫുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഗ്രാഫുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനായിട്ടൊന്നുമില്ല, 1-2 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഈ ഡൊമൈനും റേഞ്ചും കൂടെ കൊടുക്കണം നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇതിന് കുറച്ച് ഗ്രാഫേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഗ്രാഫുകൾ നമുക്ക് വേറെ വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രാ ദ ഗ്രാഫ് ഓഫ് f(x) = x² എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് f(x) എന്ന് പറഞ്ഞാൽ y എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് f(x) = x² എന്നതിൻ്റെ ഗ്രാഫ് ഇത് തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം ഇതിങ്ങനെ യു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എഴുതണം. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഒന്നുകിൽ കാണാൻ പഠിച്ചു വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് റിയൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ കിട്ടും. ഓക്കെ ആണല്ലോ, 0 എടുക്കും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ ഈ വാല്യൂ എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞാൽ f(x) = x² + 1 ആണ്. അതായത് ഒരു 1 കൂടെ അങ്ങോട്ട് മേളിലോട്ട് ചാടും. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ 1ൻ്റെ അവിടെ വെച്ച് വേണം നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ. ഇവിടെ 1ൽ മുട്ടിച്ച് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ റിയൽ നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഇത് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷനാണ്. f(x) = x-ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ ഇതുപോലെ വി ഷേപ്പിലിരിക്കും, കണ്ടല്ലോ. അതിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മോഡുലസ് ഫംഗ്ഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് f(x) = x + 1 ആണ്. അതായത് മോഡുലസ് എക്സിൽ നിന്ന് 1 ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ മോഡുലസ് ഓഫ് x + 1 എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. 1ൻ്റെ അവിടെ വെച്ച് വേണം തുടങ്ങാൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമുക്കിതിൻ്റെ കിട്ടുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന അടുത്ത ഗ്രാഫാണ് അതാണ്ട് മോഡുലസ് ഓഫ് f(x) = -x. അതായത് ഇത് തിരിഞ്ഞിരിക്കുന്ന ഗ്രാഫാണ് മോഡുലസ് ഓഫ് -x എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫ് ഇതുപോലെ തിരിഞ്ഞിരിക്കും. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് r-ഉം റിയൽ നമ്പറും, റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന -∞ തൊട്ട് 0 വരെയാണ്. അടുത്ത എന്ന് പറയുന്നത് f(x) = x³ എന്ന് പറയുന്നതാണ് അടുത്ത ഗ്രാഫ്. അത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് റിയൽ നമ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഗ്രാഫുകൾ അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ ഈ ഗ്രാഫൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു ഒന്ന് പഠിക്കുക. ഇത് സിമ്പിളായിട്ട് കിട്ടുന്ന മാർക്കാണ്. ഒന്നും പഠിക്കാതെ തന്നെ ആർക്ക് പോയി എഴുതിയാലും കിട്ടുന്ന മാർക്കാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ നിന്നും കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് പഠിക്കാവുന്നില്ല. ഗ്രാഫ് വരച്ചതിൻ്റെ ഡൊമൈൻ റേഞ്ച് മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി.